PCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 8 ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പൊള്ളുന്ന ചൂടിനിടെ നേരിയ ആശ്വാസവുമായി കേരളത്തിൽ മഴയെത്തുന്നു. മാർച്ച് 11 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാർച്ച് 10 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുള്ളത്. മാർച്ച് 11 3 ജില്ലകളിൽ മാത്രമാണ് അലേർട്ട് ഉള്ളതെങ്കിലും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നേരിയതോ ഇടത്തരമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലാണ് പലരും വാങ്ങി സൂക്ഷിക്കുന്നത്. വാങ്ങിയ സമയത്തുള്ളതിനേക്കാൾ വില പിന്നീട് എപ്പോൾ വിൽപ്പന നടത്തിയാലും ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. വിൽപ്പന നടത്താനല്ലെങ്കിലും പെട്ടെന്ന് സാമ്പത്തികമായ ഒരു ആവശ്യം വന്നാൽ പണയം വെച്ച് പണമെടുക്കാമെന്നാണ് സ്വർണം കൊണ്ടുള്ള മറ്റൊരു നേട്ടം. എന്നാൽ ഇനി അധികകാലം പെട്ടെന്നാർക്കും സ്വർണം പണയം വെച്ച് പണമെടുക്കുന്ന രീതി എളുപ്പമാകില്ല. സ്വർണ്ണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുകയാണ്. വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വർണ്ണ പണയ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം. പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത എത്തുകയാണ്. ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി തന്നെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ തുക 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒരു വർധനവ് പോലും വരുത്തിയിട്ടില്ല. മാത്രമല്ല 5 മാസത്തെ കുടിശ്ശികയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് മുതലാണ് കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്തു തുടങ്ങിയത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് വരുത്തിയാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുക. 1600 രൂപയാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്നത്. മാർച്ച് 31 റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് 20 ശേഷം ക്ഷേമ പെൻഷന്റെ പ്രഖ്യാപനവും വിതരണവും ഉണ്ടായേക്കുവാനാണ് സാധ്യത. അതോടൊപ്പം ക്ഷേമ പെൻഷനുമായി മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള 8 ലക്ഷത്തോളം പേർക്കുള്ള ബാക്കിയുള്ള തുക അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 200, 300, 500 എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ കുറഞ്ഞാണ് ഇവർക്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ആദ്യ ഘട്ടത്തിലെത്തിയത്. 1300, 1200, 1100 എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ ലഭിച്ചവർക്കാണ് ഇപ്പോൾ 1600 ബാക്കി തുകകൾ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത്. ഇനിയും തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല. നാളെയും മറ്റന്നാളുമൊക്കെയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള കിസാൻ നിധി അംഗമല്ലാത്ത കർഷകരും ശ്രദ്ധിക്കുക. ഇവർ സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിപ്പ് സർക്കാരിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും വന്നിട്ടുണ്ട്. നിലവിൽ ഇനിയും കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കർഷകർ ഉള്ളതിനാൽ തന്നെ മാർച്ച് 31 വരെ ഇതിനുള്ള സമയം സർക്കാർ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകൾ സംവിധാനമുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും വിളനാശമൊക്കെ സംഭവിക്കുമ്പോൾ അതിന് സാമ്പത്തിക സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുവാനും അതോടൊപ്പം PM കിസാൻ ആനുകൂല്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ID ക്രിയേറ്റ് ആകും. ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിനു വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണിത്. ഇതിനെ തുടർന്ന് ഏത് രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കും കർഷകൻ ഈ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ മതിയാകും. നമ്മുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ഫാർമേഴ്സ് ID, അതായത് ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും ഉദ്യോഗസ്ഥർ ഇത് വെരിഫൈ ചെയ്ത് ഒടുവിൽ ഇത് അപ്രൂവ് ആകുമ്പോൾ ഒരു ID കാർഡ് ജനറേറ്റ് ആയി നൽകുന്നതുമായിരിക്കും. കൃഷിഭൂമി സംബന്ധിച്ച കരമടച്ച രസീത്, കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, കർഷകന്റെ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട പ്രധാന രേഖകൾ. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ
മുന്നേ കദ്രാപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. കദ്രാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തത് മൂലം കിസാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങില്ല എന്നാണ് അറിയിപ്പുകൾ. എന്നാൽ ഇനി ഭാവിയിലേക്ക് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ കദ്രാപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കാം. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.